ഹായ് ഫ്രണ്ട്സ്, വനു ഗ്ലോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ജടായുപ്പാറ കാണാൻ പോവുകയാണ്. ഒത്തിരി നാൾ കൊണ്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇതുവരെയായിട്ടും പോകാൻ പറ്റിയില്ല. നമ്മൾ തിരുവനന്തപുരം ഒക്കെ പോകുമ്പോൾ എപ്പോഴും കാണും, പക്ഷെ പോകണം എന്ന് വിചാരിക്കാൻ സാധിക്കാറില്ല. ഇന്ന് എന്തായാലും അത് സാധിച്ചു. അങ്ങനെ ജടായുപ്പാറ എങ്ങനെയാ കണ്ടു. അത് ചടയമംഗലം എന്ന സ്ഥലത്താണ് ഈ ജടായുപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ഒരു പരിസ്ഥിതി ഉദ്യാനവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് ഈ ജടായു എർത്ത് സെന്റർ അഥവാ ജടായു നേച്ചർ പാർക്ക്. 64 ഏക്കറാണ് ഈ പാർക്കിന്റെ വിസ്തീർണം. സംവിധായകനായ രാജീവ് അഞ്ചലിന്റെ നേതൃത്വത്തിലാണ് ഇത് നിർമ്മിച്ചത്. 10 മണിയാണ് ഇതിന്റെ ഓപ്പണിംഗ് സമയം. 10 മണി മുതൽ 6 മണി വരെയാട്ടോ ഇതിന്റെ സമയം. എൻട്രൻസ് ഫീസ് ഒരാൾക്ക് 610 രൂപയാണ് എൻട്രൻസ് ഫീസ്. ഫീസ് ഇച്ചിരി കൂടുതലാ എനിക്കും തോന്നി, അത്രയും രൂപ. പിന്നെ അതിന്റെ പണികളൊക്കെ അത്രയും ബുദ്ധിമുട്ടുള്ള പണികളൊക്കെയല്ലേ, അതുകൊണ്ടായിരിക്കും. രാമായണത്തിലെ ജടായുവിന്റെ പ്രതിമ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമയാണ് ഈ ജടായുവിന്റെ പ്രതിമ. ഞങ്ങൾ കേബിൾ കാർ വഴിയാണ് പോയത്. അല്ലാതെ സ്റ്റെപ്പ് വഴി പോയ 826 സ്റ്റെപ്പ് ഉണ്ട്. പിന്നെ കേബിൾ കാർ വഴി പോകുന്ന കുറച്ചുകൂടി സൗകര്യം എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ പോയത്. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കേബിൾ കാറിന് അവർ ടിക്കറ്റ് നമ്മളെടുത്ത് പിന്നെ അവർ ഒരു സ്റ്റെപ്പ് റൂമിലേക്ക് കൊണ്ടുപോകും. അവിടെ AC-യും വെയിറ്റിംഗ് റൂം, നമുക്ക് ആഹാരം കഴിക്കാനുള്ളതൊക്കെ ഉണ്ട്. കുറച്ച് പിള്ളേർക്കുള്ള ടോയ്സ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് സമയമായപ്പോൾ നമ്മളെ അവർ വിളിച്ചു. പിന്നെ വിളിച്ചകത്ത് ചെന്നപ്പോൾ എല്ലാ ചെക്കിങ്ങും ഉണ്ട് കേട്ടോ. നമ്മൾ എന്തെങ്കിലും സ്വീറ്റ്സ്, മിഠായിയോ അങ്ങനെയുള്ളതൊന്നും കൊണ്ടുപോകാനൊക്കത്തില്ല. അവിടെ നിന്ന് വാങ്ങിക്കുന്നത് മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. ബാഗിലൊന്നും കൊണ്ടുപോകാനൊക്കത്തില്ല. ബാഗെല്ലാം അവർ പരിശോധിച്ചു. എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മളെ കടത്തി വിടുന്നുള്ളൂ, അല്ലാതെ അങ്ങോട്ട് കടത്തി വിടത്തില്ല. നല്ല ചെക്കിങ് ഉണ്ട്, കാരണം ഇതിൻ്റെ ഹൈറ്റിൽ പോവുമല്ലേ, അതായിരിക്കും അതുപോലെ ചെക്കിങ്. അങ്ങനെ ഞങ്ങൾ കേബിൾ കാറിൻ്റെ അടുത്തെത്തി. അവിടെ വന്നിട്ട് ഇങ്ങനെ ഓരോരുത്തർ വരുന്നു പോകുന്നു. അങ്ങനെ കുറേ കേബിൾ കാർ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ഇങ്ങോട്ട് തിരിച്ച് വരുന്നു. അങ്ങനെ അപ്പം ഞങ്ങൾ കയറിയതിൽ, അങ്ങോട്ട് പോയതിൽ ഞങ്ങൾ 6 പേര്, ഇങ്ങോട്ട് വന്നതിൽ ഞങ്ങൾ 8 പേരും കയറിയത്. അതിനി അതിൻ്റെ സൈസ് വ്യത്യാസം ഉണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങോട്ട് ഞങ്ങൾ 3 പേര്, ഒരു സൈഡ് 3, ഒരു സൈഡ് 3, അങ്ങനെ 6 പേരായിരുന്നു. എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു. പോകുന്ന വഴി നല്ലൊരു ഹെലിപ്പാഡൊക്കെ ഉണ്ട് കേട്ടോ. ആ ഹെലിപ്പാഡ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഈവൻറ്റ്സ് പ്രോഗ്രാമൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്നേരം പെട്ടെന്ന് ഹെലികോപ്റ്റർ വരാൻ വേണ്ടിയിട്ടുള്ള ഹെലിപ്പാഡാണത്. അങ്ങനെ അതുകൊണ്ടുള്ളതാണെന്നാണ് പറഞ്ഞത്. പിന്നെ സമുദ്രനിരപ്പിൽ നിന്ന് 1000 അടി ഉയരത്തിലാണ് ഈ ജടായുപ്പാറ സ്ഥിതി ചെയ്യുന്നത്. നല്ല ഹൈറ്റിലാണ്. പോകുന്ന വഴി നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. കാട്ടിക്കിടെ ഓരോ ഇതിൽ പോകുന്നത്. 6 പില്ലർ, എത്രയോ പില്ലറിൻ്റെ കണക്ക് എനിക്ക് കറക്റ്റ് അറിയില്ല. പില്ലറുണ്ട്. ആ പില്ലർ നമ്മൾ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് പോകുന്നത് കാണാനായിട്ട്. ഇങ്ങനെ മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേ ഇതിൻ്റെ സൗന്ദര്യം മൊത്തം ആസ്വദിച്ചത്. എന്തോ രസമാണ് കാണാനായിട്ട്. അത് അത്രയും പണിതെടുത്ത് തന്നെ പക്ഷിയുടെ കറക്റ്റ് ചുണ്ടും ചിറകും എല്ലാം കറക്റ്റ് നമ്മൾ ജീവനുള്ളതുപോലെ രീതിയിലാണ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്തായാലും പണിതയാൾ നല്ല വൃത്തിക്കാണ് പണിതേക്കണേ. നല്ല ഒരു പ്രാവശ്യമെങ്കിലും കാണേണ്ടത് തന്നെയാണ്. എന്തായാലും ഞങ്ങൾ കാണണമെന്ന് വിചാരിച്ചിരുന്ന് ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. എന്തായാലും അത് നല്ലതായിരുന്നു. നല്ല വെയിലായിരുന്നു. ഞങ്ങൾ 10 മണിയുടെ ടിക്കറ്റിനാണ് കയറിയത്. പക്ഷെ ആരെങ്കിലും പോകുന്നവരുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞ് പോകണത് എപ്പോഴും നല്ലത്. അപ്പോൾ കാരണം നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്. ഞാൻ അത്രയും ഹൈറ്റിലല്ലേ. പക്ഷെ വെയിലാണെങ്കിലും നമുക്ക് നല്ല കാറ്റുണ്ട് കേട്ടോ. ചൂട് തോന്നിക്കുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ നന്നായിട്ട് ടാനാവും. എൻ്റെ കൈയെല്ലാം നന്നായിട്ട് ടാനായി. അറിഞ്ഞില്ല നമ്മൾ ഇത്രയും വെയിലുണ്ടെന്നുള്ളത്. അല്ലാതെ എല്ലാം ഉണ്ടെന്നല്ല. പിന്നെ ഇവിടെ നമുക്കവിടെ വെള്ളം കുടിക്കാനോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്, വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ എന്നാലും ഉച്ച കഴിഞ്ഞ് പോകണതാണ് ഏറ്റവും ഉത്തമം. ഞങ്ങൾക്ക് അബദ്ധം പറ്റി രാവിലെ പോയത്. അറിഞ്ഞില്ല ഇത് ഇത്രയും ചൂടാണെന്ന്. പിന്നെ നടന്ന് കാണാനുണ്ട്, കാറ്റുള്ളതുകൊണ്ട് നമുക്ക് ക്ഷീണം തോന്നിയില്ല. അങ്ങനെ ഞങ്ങളതെല്ലാം, ഞാൻ ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ നമുക്ക് അറ്റം ചുറ്റും 2 റൗണ്ട് അടിച്ച് കണ്ടു. കാരണം ഇത് നമ്മളൊരു പ്രാവശ്യമല്ലേ, എപ്പോഴും പോകുന്നില്ലല്ലോ എന്നോർത്ത് അതിൻ്റെ ആ വാല് ഭാഗത്തേക്കൊക്കെ നല്ല ഭംഗിയാണ് ചെയ്തേക്കുന്നത്. അവിടെയൊക്കെ ഒന്ന് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ പിള്ളേർ സെറ്റൊക്കെ അവിടെ കയറി നിൽക്കുന്നുണ്ട് അതിൻ്റെ ചിറകയിലെല്ലാം. അന്നേരം ആ സെക്യൂരിറ്റി ഓടി ഓടി വന്ന് പറയുന്നുണ്ട് കയറി നിൽക്കരുതെന്ന് പറയുന്നുണ്ട്. പിള്ളേർക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ അവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച്. അവിടെ നമുക്ക് ചെറിയ തണലും അതും ഇതൊക്കെ ഉണ്ട്. അവിടെ പോയി ഇരിക്കാം. പിന്നെ ഈ ചിറകിൻ്റെ അടിയിൽ ഒരു സൈഡ് വരുമ്പോൾ ചിറകിന് കുറച്ച് ഗ്യാപ്പുണ്ട്, അവിടെയൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ അവിടെയെല്ലാം കണ്ട് ഇനി അതിൻ്റെ തൊട്ടടുത്ത് ശ്രീരാമക്ഷേത്രമുണ്ട്. അതാ ഈ ഇതിൻ്റെ ചിറകിൻ്റെ ബാക്കിലായിട്ട് വരും. അവിടെ കൊച്ചൊരു ശ്രീരാമക്ഷേത്രം. അങ്ങോട്ട് പോകുന്ന വഴിക്കും ഒത്തിരി ഒരു ചെറിയ ഷോപ്പൊക്കെ ഉണ്ട്. നമുക്കെന്തെങ്കിലും സുവനീർ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ചെറിയ ചെറിയ ദൈവത്തിൻ്റെ വിഗ്രഹങ്ങൾ അങ്ങനെയുള്ള എല്ലാം വാങ്ങിക്കാനും കിട്ടും.
അപ്പോൾ അതും വാങ്ങിക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് അതിൻ്റെ പുറകിൽ തന്നെ തൊട്ട് ബാക്കിൽ തന്നെ നമുക്ക് നടക്കാനേ ഉള്ളൂ. ശ്രീരാമക്ഷേത്രമുണ്ട്. അത് പണ്ട് ചെറിയ ക്ഷേത്രമായിട്ട് ഉള്ളതായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. അത് പിന്നെ ഇപ്പം ഈ ജടായുപ്പാറ വന്നപ്പോൾ അത് കുറച്ചുകൂടി നല്ല വിപുലീകരിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ക്ഷേത്രമാണ്, എന്നാലും അത് നല്ലതാക്കി അങ്ങനെ കുറച്ചുകൂടി ഭംഗിയാക്കി ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയും പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ തൊഴുതു പ്രസാദം കിട്ടി. അപ്പോൾ അവിടെ നമുക്ക് ഒത്തിരി സൂം ചെയ്ത് ഞാൻ ഫോട്ടോ എടുത്തില്ല, കാരണം അവിടെ ഫോട്ടോ എടുക്കാൻ കാരണം വിഗ്രഹമൊക്കെ ഇരിക്കുന്നോടായതുകൊണ്ട് നമുക്കങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കത്തില്ല. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ശ്രീരാമപാദമുണ്ട്, അതും നമുക്ക് കാണാം. അത് നമുക്ക് ഗ്ലാസ്സൊക്കെ ഇട്ട് ഇങ്ങനെ കവർ ചെയ്തേക്കുക. അപ്പോൾ അവിടെയും ഇതാണ് ശ്രീരാമക്ഷേത്രം. അതിൻ്റെ അടുത്ത് ഗ്ലാസ് ഇട്ട് കവർ ചെയ്തേക്കുന്നിടത്താണ് എല്ലാവരും പൈസയൊക്കെ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. ഇത് ഈ കാൽപാദത്തിൻ്റെ അവിടെ അത് ഗ്ലാസ് ഇട്ട് വെച്ചേക്ക് നമുക്കങ്ങനെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇടുകയൊക്കെ ചെയ്യാം, പൈസ ഇടാം. വഞ്ചിയായിട്ടില്ല, അല്ലാതെ തന്നെ. അപ്പം അതെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ അതിലെല്ലാം കണ്ടിങ്ങനെ നടക്കുകയാണ്. ഒത്തിരി കാണാനുണ്ട് കേട്ടോ. ഒരു ദിവസം നമുക്ക് എന്തായാലും ഒരു പ്രാവശ്യം കാണാനായിട്ടുള്ള ശരിക്കും ഉണ്ട്. നമുക്കിത് കാണാമേ, കുറേ ഉണ്ട് കാണാനായിട്ട്. ഇങ്ങനെ കണ്ടോ, പൈസയൊക്കെ എല്ലാവരും ഇടുന്നതൊക്കെയാണിത്. പൈസയൊക്കെ കാൽപാദത്തിൻ്റെ അവിടെ പൈസ ഇടുന്നുണ്ട്. പിന്നെ അങ്ങനെ അവിടെയൊക്കെ നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ. അവസാനം ഞാൻ കുട ചൂടിയാ അതിൽ നടന്നത്, കാരണം നമ്മൾ ചെരുപ്പിട്ടുകൊണ്ടല്ല അതിൽ നടക്കുന്നത്. കാലെല്ലാം നമ്മുടെ പൊള്ളാൻ തുടങ്ങി, അതുപോലെ ചൂടായിരുന്നു. കണ്ടോ, ബാഗിലോട്ട് നോക്കി കഴിഞ്ഞാൽ സീനറി കണ്ടോ, നല്ല ഭംഗിയാണ്. പിന്നെ അവിടെ എല്ലാം കുട ചൂടി നടക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയും ക്ഷീണം തോന്നിയില്ല. എന്നാലും നല്ല കാല് പൊള്ളുന്ന ചൂട് തന്നെയായിരുന്നു. പക്ഷെ ഇതിനോടുള്ള ആഗ്രഹം കൊണ്ട് നമ്മളിത് കാണാനുള്ള ആഗ്രഹമാണ് നമ്മളെ അവിടെ അത്രയും സമയം നിർത്തി നമ്മളിതെല്ലാം കാണാനുള്ളൊരിത്. നല്ല ഭംഗിയുണ്ട്. എന്തായാലും കാണുക തന്നെ ചെയ്യാം. നമുക്കിത് ബാക്കിയും കൂടെ കാണാമേ. ക്ഷേത്രത്തിൽ നിന്ന് പിന്നെയും തിരിച്ച് ഞങ്ങൾ ഇപ്പുറത്തോട്ട് വന്ന് അവിടെ വെയിറ്റിംഗ് റൂമല്ല, വെയിറ്റിംഗ് ഷെഡ് പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അവിടെ ഒത്തിരി പേര് കുടയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു കുട പോലത്തെ സംഭവം, അതിൻ്റെ കീഴേ ഇരിക്കാം. പിന്നെ അവിടെ സ്റ്റെപ്പ് പോലെയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മളിരുന്ന് കുറേ നേരമൊക്കെ ഇരുന്ന്. പിന്നെ അവിടെ തൊട്ടടുത്തൊരു ടീ ഷോപ്പുണ്ട്, സ്നാക്സും ഉണ്ട്, ഇതുമുണ്ട്, ടീയും ഉണ്ട്, ജ്യൂസ് ഉണ്ട്, ലെമൺ ജ്യൂസ് ഉണ്ട്. അപ്പോൾ അത് വേണ്ടവർക്ക് അത് കഴിക്കാം. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഞാനൊരു ലെമൺ ജ്യൂസും ചേട്ടനൊരു ടീയും കുടിച്ചു. പിന്നെ സമോസ, ചെറിയ സ്നാക്സൊക്കെ കഴിക്കാനുണ്ട്. അപ്പോൾ ആ സ്നാക്സൊക്കെ കഴിച്ച് നമുക്ക് ക്ഷീണമൊക്കെ തീർത്ത് ഞങ്ങൾ പിന്നെയും കുറേ നേരം കൂടി അവിടെ ഇരുന്ന്. ഒത്തിരി കാണാനുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഒത്തിരി കാണാൻ വെച്ചാൽ കുറേ ഇങ്ങനെ ഏരിയ ഉണ്ടല്ലോ. അപ്പം നമ്മളതെല്ലാം കണ്ടും എന്തായാലും വന്നത് കൊണ്ട് ഞങ്ങൾ ശരിക്കും ആസ്വദിച്ച് തീർത്ത് തന്നെയാണ് പോകുന്നത്. അങ്ങനെ അവിടുന്ന് ചിറകിൻ്റെ താഴെ കുറേ ഗ്യാപ്പുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കയറി നിൽക്കുമ്പോൾ നമുക്ക് വെയിലടിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു ഹോള് പോലെ അവിടെയും കുറേ നേരമൊക്കെ ഇരുന്ന് ആസ്വദിച്ച് ശരിക്കും എന്തായാലും നല്ലതായിട്ടായിരുന്നു. പിന്നെ അവിടെ നമുക്കൊരു ഓപ്പൺ സ്റ്റേജ് പോലെയുണ്ട്. ഒരു ചെറിയ പ്രോഗ്രാമൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. കൾച്ചറൽ പ്രോഗ്രാമൊക്കെ അവിടെ നടത്തുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെയും അതും നല്ലൊരു ഭംഗി. അവിടെയും നമ്മൾ താഴോട്ട് നോക്കിയാൽ നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. അവിടെയും നോക്കി കഴിഞ്ഞാൽ അതും നല്ല രസമുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് അതെല്ലാം ഒന്നുകൂടെ കാണാമേ.
എല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് താഴോട്ട് കേബിൾ കാറിൽ പോരുകയാണ്. അപ്പോൾ പോരുന്ന വഴിയുള്ള ഇതാ കാണുന്നത്. ഞങ്ങൾ താഴോട്ട് വരുമ്പോൾ അങ്ങോട്ട് കേബിൾ കാർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെയും പോകുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് പോരുമ്പോൾ താഴോട്ട് പോരുമ്പോൾ കാണുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അടിപൊളി സ്ഥലം. അന്നേരം ഈ വെയിലായതുകൊണ്ട് നല്ലതായിട്ട് കാണാൻ പറ്റും. നല്ലൊരു അടിപൊളി സ്ഥലമായിട്ടാണ് തോന്നിക്കുന്നത് താഴെയെല്ലാം. അങ്ങനെ ഞങ്ങൾ താഴോട്ട് എത്താറായി. എത്രയോ പില്ലറുണ്ട്. പില്ലറിൻ്റെ കണക്ക് എനിക്ക് എത്രയൊന്നും അറിയത്തില്ല. അങ്ങനെ 7 പില്ലറും 7 പില്ലറും കഴിഞ്ഞ് ഞങ്ങൾ താഴെ എത്തി. താഴെ എത്തിയപ്പോൾ അവിടെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ ആ ഫോട്ടോ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങിക്കാം. അപ്പോൾ ഞങ്ങളും വാങ്ങിച്ചു. ഒരു കോപ്പിക്ക് 250 രൂപയാണ് ഫോട്ടോയ്ക്ക്. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചു. നമ്മൾ നോക്കി അത് വാങ്ങിച്ചു. ഏതായാലും അവിടം വരെ വന്നതല്ലേ, അപ്പോൾ ആ ഫോട്ടോയും എടുത്തു. പിന്നെ ഡോൾബി തിയേറ്റർ ഉണ്ടായിരുന്നു. അവിടെ ഏതായാലും അടിപൊളിയാട്ടോ. അത് 3D ഷോ, സൂപ്പർ 3D ഷോയാണ്. അതെന്തായാലും കണ്ടിരിക്കേണ്ടത് തന്നെ. ഭയങ്കര രസമായിരുന്നു. കാരണം നമ്മൾ ഇരിക്കുന്നിടത്ത് തെറിച്ച് പോകുന്ന പോലെ തോന്നും. അത്രയ്ക്ക് നല്ല 3D ഷോ ആയിരുന്നു. ഏതായാലും അതും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അതും കാണേണ്ട കാര്യം തന്നെയായിരുന്നു. പിന്നെ അവിടുത്തെ ആഹാരങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടുന്ന് ഒരു മോരും വെള്ളം കുടിച്ചു. പിന്നെ അവിടുത്തെ ഒരു ക്രിസ്മസ് ഫാദറെ കണ്ട് ഫാദറായിട്ട് കുറേ കുശലമൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആ ഒരു ദിവസം അങ്ങനെ അവിടെ ശരിക്കും ചിലവഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലിറങ്ങി. വെളിയിലിറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ഫോട്ടോ കിട്ടിയത് കൊണ്ട് വെളിയിലിറങ്ങി. ഫോട്ടോയാണ് മേളിൽ നിന്ന്. ഇത് വെളിയിലേക്ക് ഇറങ്ങുന്ന വഴിക്കുള്ള ഇത്. അവിടെ നിന്നാണ് നമ്മൾ താഴോട്ട് ഇറങ്ങുന്നത്. അങ്ങനെ താഴോട്ട് ഈ എക്സിറ്റ് വഴി താഴോട്ടേക്ക് വന്നു. അപ്പം നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ഫോട്ടോയും നമ്മുടെ കയ്യിലുണ്ട്. ആ ഫോട്ടോയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഈ ഫോട്ടോയും നോക്കിക്കൊണ്ടാണ് ഞാൻ വന്നത്. അങ്ങനെ ഈ എപ്പിസോഡ് തീർന്നു. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.